കഴുത്തിന്റെ പുറകുവശത്ത് ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവുക, എന്നിട്ട് പിന്നെ അത് കട്ടിയുള്ള തടിപ്പുകളായിട്ട് മാറുക. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആക്നെ കിലോയിഡാലിസ് മ്യൂക്കെ എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. ആക്നെ എന്ന പേരിലുണ്ടെങ്കിലും ഇതിന് മുഖക്കുരുവായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇത് വേറെ തന്നെ ഒരു അസുഖമാണ്. അപ്പൊ എന്താണ് ഈ അസുഖത്തിന്റെ കാരണം? അവിടെയുള്ള രോമകൂപങ്ങളിൽ ഒരു നീർക്കെട്ട് വരുന്നു. അതിനുള്ള റീസൺ അവിടെ ക്രോണിക് ആയിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് ഷെയ്വ് ചെയ്യുന്നുണ്ടാവും, ആ ഭാഗത്ത് ക്ലോസ് ആയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ കോളർ തട്ടിയിട്ടുള്ള, നമ്മൾ ഷർട്ടിന്റെ കോളർ തട്ടിയിട്ടുള്ള ഫ്രിക്ഷൻ കാരണമാവാം, അല്ലെങ്കിൽ കഴുത്തിൽ എന്തെങ്കിലും ചുറ്റുന്ന മാലകളോ അല്ലെങ്കിൽ ബൻഡാന പോലത്തെ സാധനങ്ങളോ ഈവൻ ഹെൽമെറ്റിന് തട്ടിയിട്ട് പോലും ഫ്രിക്ഷൻ വന്നിട്ടുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. ജനറലി ഇത് മെയിൽസിനാണ് കൂടുതലായിട്ട് കാണാറ്. ഫീമെയിൽസിനും ഉണ്ടാവാം, പക്ഷെ പൊതുവെ അത് ആണുങ്ങൾക്കാണ് കാണുക. ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ചെറിയ കുരുക്കളായിട്ട് തുടങ്ങും, അത് പിന്നെ പഴുപ്പുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടിയുള്ള, നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ടിയുള്ള ഒരു തടിപ്പ് പോലെ ആയിട്ട് മാറും. ഏർലി സ്റ്റേജസിൽ നമുക്ക് ഓയിൻമെന്റ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ ടാബ്ലറ്റ്സോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ വൺസ് കട്ടിയുള്ള സ്റ്റേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഇഞ്ചെക്ഷൻസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ലേസർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സർജിക്കലിയോ റിമൂവ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ഒരു അസുഖത്തിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ ഇടുക.